വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ 10 ദൌത്യത്തിന് രൂപം കൊടുത്ത വനം വകുപ്പ് കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളിലെ കാടുകൾ നീക്കം ചെയ്യും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ വെള്ളം, ഭക്ഷണം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കും. എന്നിവയാണ് ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, എന്തൊക്കെയാണ് ഈ 10 ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് വനം വകുപ്പ് ആസ്ഥാനത്ത് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വനം മേധാവിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത വനം വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലാണ് 10 ദൌത്യങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകാനുള്ള തീരുമാനം എടുത്തു. വനപാതയിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് ഇരുവശവുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനമുണ്ട്. ജനവാസ മേഖലകളിൽ അരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ധാരണയായിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായുള്ള തുടർ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. ഇതിനകത്ത് മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് മനുഷ്യ വന്യജീവി സംഘർഷമായി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലും ആനത്താരകൾ, ഒപ്പം വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കുകയും വന്യമൃഗങ്ങളുടെ നീക്കം മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായ മനു സത്യനെയാണ് നോഡൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം എന്ന നിലയ്ക്കൊരു മിഷൻ ഉണ്ട്. അത് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിൽ സമയബന്ധിതമായ ഇടപെടൽ ഉറപ്പുവരുത്തുന്നതിനായി പ്രൈമറി വോളണ്ടിയർ റെസ്പോൺസ് ടീമുകൾ, അതായത് അത് സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കുകയും ആറാർട്ടിക സംഘർഷ സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഈ ടീം അവിടെ അടിയന്തരമായി പ്രദേശത്ത് ചെയ്യേണ്ട കാര്യങ്ങളിലും പ്രശ്നപരിഹാരത്തിനായി പ്രാഥമിക നടപടികളും സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഒപ്പം സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, STMA, അതുപോലെ SRPA, പഞ്ചായത്തുകൾ എന്നിവരുടെ സഹായം തേടുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മിഷൻ ട്രൈബൽ നോളജ് എന്ന പേരിൽ കേരളത്തിലെ 36 ഗോത്ര സമൂഹങ്ങളുടെ ഇത് സംബന്ധിച്ച അറിവുകൾ പഠന വിധേയമാക്കുകയും അത് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തീരുമാനമുണ്ട്. ഒപ്പം വന്യമൃഗങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി അവർക്ക് ആവശ്യമായ ജല, ഭക്ഷണ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുന്നതിനായി വനം വകുപ്പ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതി ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മിഷൻ ബോണറ്റ് മാസ്ക്യൂ എന്ന പേരിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നാടൻ കുരങ്ങുകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് തടയാനുള്ള തീരുമാനമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി മിഷൻ നോളജ് എന്ന പദ്ധതിക്ക് വകുപ്പ് രൂപം നൽകി. KFRAയും അതുപോലെ DBGRAയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും സാപ്പോൺ തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള പഠനമാണ്. ഒപ്പം തന്നെ ഫെൻസിംഗ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മിഷനും പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില ബോധവൽക്കരണ പരിപാടികൾക്കും രൂപം നൽകാനും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സംസ്ഥാന ഡിവിഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ ശാക്തീകരിക്കുന്നതിനായി 372 ലക്ഷം രൂപ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അനുവദിച്ചിട്ടുള്ള യോഗത്തിൽ അറിയിച്ചു. RRTകൾക്ക് അത്യാധുനിക ആയുധങ്ങളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തി. ഏതായാലും വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഫീൽഡിലേക്ക് എത്രത്തോളം ഫലപ്രാപ്തി എത്തും എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ് അനീഷ.